നമ്മൾ PLC ഉപയോഗിച്ചിട്ടുള്ള ലാഡർ ഡയഗ്രാം വരയ്ക്കുകയാണ്. സ്ക്വയർ വേവ് ഉണ്ടാക്കാനുള്ള നമുക്കിതിനകത്ത് ഒരു ഓൺ ടൈമും ഓഫ് ടൈമും ഉണ്ടായിരിക്കും. അപ്പോൾ ഓൺ ടൈമും ഓഫ് ടൈമും വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി 2 ടൈമറുകളാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ T-ON എന്ന് പറയുന്ന ടൈമർ എടുത്തിട്ടുണ്ട്. നമുക്ക് T4 എന്ന പേര് കൊടുക്കാം. ഇതിൻ്റെ പ്രീസെറ്റ് വാല്യൂ നമുക്കൊരു 3 സെക്കൻഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ടൈമർ കൊടുത്തു. ഇനി രണ്ടാമത്തെ ടൈമർ കൊടുക്കാം. നമുക്ക് 5 എന്ന പേര് കൊടുക്കാം. അതിൻ്റെ ടൈം 2 സെക്കൻഡ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2 ടൈമറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കിത് ഓണാക്കാൻ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്ത് തുടങ്ങാൻ നമുക്കൊരു മാസ്റ്റർ സ്വിച്ച് ഉപയോഗിക്കാം. 00 എന്ന് പറയുന്ന ഒരു മാസ്റ്റർ സ്വിച്ച് അത് ഓണാക്കുമ്പോഴാണ് ഈ ടൈമർ ഓണാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ടൈമർ ഓണാവേണ്ടത് ആദ്യത്തെ ടൈമർ ഓഫായി കഴിഞ്ഞിട്ടാണ്. ഈ ആദ്യത്തെ ടൈമർ ഓഫായി എന്ന് മനസ്സിലാവുന്നത് അതിൻ്റെ ഡൺ ബിറ്റ് 1 ആയിക്കഴിഞ്ഞാലാണ് അത് ഓഫായി എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് അത് ഓഫായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈമർ ഓണാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കാം. അതിൻ്റെ പേര് നമ്മുടെ ആദ്യത്തെ ടൈമറിൻ്റെ പേര് ഉപയോഗിക്കാം. നമ്മളിവിടെ 4 ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യത്തെ ടൈമറിന്. അപ്പോൾ T4 എന്ന് കൊടുത്തു. ഡൺ ബിറ്റ്, ഈ ഡൺ ബിറ്റ് ഓണായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈമർ ഓണാവും. അതായത് ആദ്യത്തെ ടൈമർ വർക്ക് ചെയ്ത് കഴിഞ്ഞ് 3 സെക്കൻഡ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈമർ ഓണാവും. ഈ രണ്ടാമത്തെ ടൈമർ 2 സെക്കൻഡ് നേരത്തേക്ക് ഓണായി നിൽക്കും. അത് കഴിഞ്ഞാൽ അത് ഓഫാവും. പിന്നെ നമുക്ക് ഈ സ്ക്വയർ വേവ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ വീണ്ടും നമ്മൾ ആദ്യത്തെ ടൈമറിനെ വീണ്ടും ഓണാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് എടുക്കാം. അതിവിടെ കൊടുത്തു. അത് രണ്ടാമത്തെ ടൈമറിൻ്റെ ടൈമർ പറഞ്ഞാൽ T5 ആണ്. രണ്ടാമത്തെ ടൈമറിൻ്റെ ഡൺ ബിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ടൈമർ 3 സെക്കൻഡ് നേരത്തേക്ക് പ്രവർത്തിക്കും. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈമർ 2 സെക്കൻഡ് നേരത്തേക്ക് പ്രവർത്തിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡൺ ബിറ്റ് ഓണാവും. ഈ ഡൺ ബിറ്റ് ഓണാവുന്ന കണ്ടീഷനിൽ നമ്മുടെ ആദ്യത്തെ ടൈമർ അവിടെ റീസെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ഔട്ട്പുട്ട് കൊടുക്കാം. എനിക്ക് ഔട്ട്പുട്ട് O00 എന്നുള്ള ഔട്ട്പുട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ആ ഔട്ട്പുട്ട് ഓൺ ആവേണ്ടത് നമുക്ക് ആദ്യത്തെ ടൈമർ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഓൺ ടൈം എന്ന് പറയുന്ന ആദ്യത്തെ ടൈമറാണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യത്തെ ടൈമറിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. T4 എന്നുള്ളതാണ്. നമ്മളിവിടെ TT ബിറ്റാണ് ഓണാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. TT ബിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൈമർ 3 സെക്കൻഡാണ്. ആ 3 സെക്കൻഡ് നേരത്തേക്ക് ഈ ഔട്ട്പുട്ട് ഓണായി നിൽക്കും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. ഞാനിവിടെ പ്ലേ അടിച്ചിട്ടുണ്ട്. ഞാനിവിടെ മാസ്റ്റർ സ്വിച്ച് ഓണാക്കി. അപ്പോൾ ആദ്യത്തെ ടൈമർ 3 സെക്കൻഡ് അവിടെ ഓണായി. പിന്നെ 2 സെക്കൻഡ് നേരത്തേക്ക് ഓഫ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഓപ്പറേഷൻ നടക്കും. നമ്മൾ റീസെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ടൈമറിൻ്റെ ഡൺ ബിറ്റാണ്. അതൊരു NC കോണ്ടാക്റ്റ് ആയിട്ട് ആദ്യത്തെ ടൈമറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റീസെറ്റ് ഓപ്പറേഷൻ നടന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ 3 സെക്കൻഡ് നേരത്തേക്ക് ഓണും 2 സെക്കൻഡ് നേരത്തേക്ക് ഓഫുമായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.